ഹായ് ഹോൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂട്രൽ വേവ് ഡിസൈൻസ്. ഇതുപോലത്തെ ഒരു ഗൗണിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആണ് വന്നിട്ടുള്ളത്. കൈയും ഇതേപോലെ ഡിസൈനെ കൊടുത്ത് ഹാഫ് കോളറും അതേപോലെ 3 പാനൽ കട്ടിങ്ങും ആയിട്ടുള്ള ഒരു ഗൗണാണെന്ന് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 4.5 മീറ്റർ മസ്ലിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് 60 ഇഞ്ച് 58-60 ഇഞ്ച് വീതി വരുന്ന തുണിയാണ്. അതുകൊണ്ട് 4.5 മീറ്റർ മതി ഇത് ചെയ്യാൻ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒരു 44 ഇഞ്ചാണ്. അതേപോലെ ഇത് നമ്മൾ 3 പാനൽ കട്ടിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അളവ് 3 പാനൽ അളവെടുക്കുന്നത് അത് നമ്മൾ ഷോൾഡർ അളവെടുക്കുക. ആ ഷോൾഡർ എനിക്ക് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ചിന് നേർപകുതി 4 ഇഞ്ച് കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി 4.5 ഇഞ്ചാണ് ഞാനിവിടെ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ മാർക്കിങ് താഴെ നമ്മളൊരു 17 ഇഞ്ച്, അതായത് നമ്മൾ വേസ്റ്റ് റൗണ്ട് വരുന്ന ആ ഭാഗത്തായിട്ടൊരു 17 ഇഞ്ച് മാർക്ക് ചെയ്തിടുക. ആ 17 ഇഞ്ച് വരെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടിയത്തെ ഭാഗത്തെ വീതി എങ്ങനെ എടുക്കുന്നത് പറഞ്ഞുതരാം. 60 ഇഞ്ച് ലെങ്ത്ത് വീതിയുള്ള തുണിയാണുള്ളത്. അപ്പോൾ അതിനെ 2 ആക്കി മടക്കുമ്പോൾ 30, അതിന് 4 ആക്കി മടക്കുമ്പോൾ 15 ഇഞ്ചാണ് പിന്നെ അവിടെ വരുന്നത്. അപ്പോൾ ആ 15 ഇഞ്ചിൻ്റെ പകുതി 7.5 നമ്മൾ അടിഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഏരിയൻ്റെ അവിടേക്കാണ്, ആ പോയിൻ്റേക്കാണ് നമ്മളിവിടെ 17 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിരുന്നല്ലോ. അവിടെ നിന്ന് ഇതേപോലെ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടല്ലാതെ കുറഞ്ഞൊരു ചെരുവ് കൊടുത്തിട്ട് നമ്മളവിടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതുപോലെ ഉണ്ടാവും കട്ട് ചെയ്തിട്ട് മാറ്റി കഴിഞ്ഞാൽ. ഇനി നമുക്ക് തിരിച്ചിടണം. അതായത് അടിവശത്തിനെ മുകൾ വശത്തേക്ക് കൊണ്ടുവരികയാണ്. അതായത് അടിവശം കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിന് നമ്മൾ മുകൾ വശത്തേക്ക് തിരിച്ചിട്ട് കൊണ്ടുവരിക. തിരിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ വശമല്ല, കട്ട് ചെയ്യാത്ത ആ ഭാഗം ഉണ്ടാവുമല്ലോ, നമ്മൾ തുണിൻ്റെ ആ അറ്റത്തെ ഭാഗം, ആ ഭാഗത്തിനെയാണ് പിന്നീട് നമ്മൾ ഈ ഭാഗത്തേക്ക് കട്ട് ചെയ്ത ഭാഗത്തേക്ക് 1/2 ഇഞ്ച് മുകൾക്ക് കയറ്റി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. എനിക്കിവിടെ ഷോൾഡർ 8 ഇഞ്ചാണ്. അതേ അളവ് തന്നെ ഞാൻ ആം ഹോളും 8 ഇഞ്ച് അളവെടുത്തു. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ടാണ് വരുന്നത്. ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 11 ഇഞ്ചാണ്. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 12.5 ഇഞ്ചാണ് ഞാനിവിടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ അതിൻ്റെ ആമോളിൻ്റെ കർവും ഇതേപോലെ വരച്ചെടുക്കുക. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ നമ്മൾ ആമോളിൻ്റെ കർവും വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ വേസ്റ്റാണ്. വേസ്റ്റ് റൗണ്ട് 10 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് 11 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് അടിവശത്തേക്ക് എത്രയാണോ വീതി വേണ്ടത് ആ വീതിക്കനുസരിച്ച് അടിവരെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കണ്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിൻ്റെ മുന്നത്തെ വീഡിയോ ഇതിൽ കാണുന്നില്ല. അതേപോലെ അപ്പോൾ ആ 2 വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗം ഉണ്ടല്ലോ, കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ഇതേപോലെ സെൻട്രൽ പീസിൻ്റെ ഇടത്തും വലത്തുമായിട്ട് നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഷോൾഡറൊക്കെ നമുക്ക് കറക്റ്റ് അല്ലേ, നമ്മൾ ആദ്യം എടുത്ത ഷോൾഡറിനല്ലേ കൂടുതലുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഞാൻ 5 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. വിടുത്ത് അതേപോലെ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് പിന്നെ അതിന് ശേഷം തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്യുന്നത്. കാരണം ആ 2 ഇഞ്ച് കുറക്കണത് ഞാൻ അടിവശത്ത് ഇതേപോലെ ഒരു പ്ലീറ്റ് ഇട്ടിട്ട് ഒരു പട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ 2 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് ഉള്ളത് ആ ലെങ്ത്ത് ഒന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് പിന്നെ 1 ഇഞ്ച് 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെ കൊടുക്കുന്ന രൂപത്തിൽ കൂട്ടിയിട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ അടിവശത്തെ വീതി കുറച്ച് കൂട്ടിയെടുക്കണം. കാരണം അടിയിൽ പ്ലീറ്റ് എടുക്കുമ്പോൾ കുറച്ച് വീതി വേണമല്ലോ. അപ്പോൾ ആ വീതിക്ക് നമ്മൾ എത്രയാണോ വീതി വേണ്ടത് ആ വീതിക്ക് അനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ലൈനിങ്ങും ഇതേപോലെ മുകളിലത്തെ പീസ് വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇനി സ്ലീവിൻ്റെ ആ പട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് 9 ഇഞ്ച് വീതിയും അതേപോലെ 11 ഇഞ്ച് നീളമുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്ക് ഇതേപോലെ ലൈനിങ്ങിൽ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് ഒരു 3 ഇഞ്ച് അകലം വിട്ടിട്ടാണ് ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കോളറാണ്, ഹാഫ് കോളറാണ് ഇതിന് വെക്കുന്നത്. അതുകൊണ്ട് 3 ഇഞ്ച് 2 സൈഡിലും അകലം വിട്ടിട്ട് ഇതേപോലെ സാധാ ചെയ്യുമ്പോൾ തന്നെ നെക്കൊക്കെ ഇതേപോലെ അടിച്ചെടുക്കുക. ലൈനിങ്ങിൽ വെച്ചിട്ട് നെക്ക് വീഡിയോയിൽ കണ്ട പോലെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ബാക്ക് പീസ് ഒന്ന് ചെയ്യേണ്ട. നമ്മൾ 1/2 ഇഞ്ചാണല്ലോ
നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. സ്ലീവിൽ ഇതേപോലെ 11 ഇഞ്ച് നീളമുള്ളൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മറ്റൊരു പട്ട വെക്കാൻ വേണ്ടിയിട്ട് ആ സ്ലീവിൻ്റെ ഇതിൽ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കുക. അതായത് ഇതേപോലെ 2 സ്ലീവ് ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സ്ലീവിനെ നമ്മളെ ഷോൾഡറായിട്ട് വെച്ച് കൊടുക്കുക. സ്ലീവ് മെയിൻ പീസുമ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം പിന്നെ മറിച്ചിട്ട് നമുക്ക് അളവ് എത്രയാണെന്ന് വെച്ചാൽ ആ അളവ് നമ്മൾ ഇവിടെ ഇടുക. നിങ്ങൾക്ക് എത്രയാണ് അളവ് കിട്ടിയിട്ടുള്ളത് ആ അളവാണ് ഇതിൽ അടയാളപ്പെടുത്തേണ്ടത്. ഇതേപോലെ ഷേപ്പ് വരെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ അടിവരെ പിന്നെ ഓരോ ഇഞ്ച് അകലം വിട്ടിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ സ്ലീവ് അതേപോലെ തന്നെ എത്രയാണോ സ്ലീവിൻ്റെ റൗണ്ട് വേണ്ടത് അവിടെ മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് അടിവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിതേപോലെ സ്ലീവല്ല നമ്മൾ മെയിൻ ക്ലോത്തിൽ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് അടിവരെ ചെയ്യാതെ ആദ്യം മെയിൻ ക്ലോത്ത് മാറ്റിയിട്ട് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്യുക. പിന്നെ മറ്റേ പീസ് മെയിൻ ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ കോളർ നമുക്ക് അളവെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ കോളർ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം അളന്നെടുക്കുക. അതിനുശേഷം ഇതേപോലെ എനിക്ക് 13 ഇഞ്ചാണ് കോളറിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് വീതിയുള്ള കോളർ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റി. ആ ക്യാൻവാസ് പേപ്പർ പുതിയതായിട്ട് നമ്മൾ ഇതേപോലെ 2 പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഒരു പീസിൽ ഇതേപോലെ ക്യാൻവാസിന് അയൺ ചെയ്തിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ അടിവശം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. അതിനുശേഷം മറ്റേ പീസും കൂടെ വെച്ചിട്ട് ഇതേപോലെ നെക്കിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനെ ഉള്ളിലേക്ക് പുറത്തേക്ക് തിരിച്ചിടുക. എന്നിട്ട് ആ ഭാഗം കൂടെ പ്രസ്സടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ കോളറിൻ്റെ സെൻറ്റർ ഭാഗവും അതേപോലെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തും ഓരോ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ആ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്ത 2 ഭാഗവും ബാക്കിൽ ആണല്ലോ വെക്കുന്നത്. ആ 2 ഭാഗത്തും വെച്ചിട്ട് അവിടുന്ന് വലത്തോട്ടും തിരിച്ച് ഇങ്ങോട്ട് ഇടത്തോട്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിനുശേഷം ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുന്നില്ല ആ ഭാഗം ഇതേപോലെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതത്രയേ ഉള്ളൂ. ഇതുപോലെ സിമ്പിളായിട്ട് ആർക്കും ഇത് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.